കള്ളനാ? ഇതെന്ത് കഥ? കള്ളനോ? അയ്യോ, ഏട്ടനെ കട്ടിൽ കാണാൻ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കള്ളൻ. കട്ടില്ലോ? അയ്യോ, എന്റെ തൊഴുത്തില് നിങ്ങളൊരു പശുക്കിടാവിനെയും കാണാതെ പോയി. കളിയിലെവിടെ? ഏട്ടനെ കാണാനില്ലേ? അളിയോ, അളിയോ, എവിടെ പോയി? കള്ളൻ ഓടി വായോ എല്ലാവരും. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഞാനോ? ചേട്ടാ വാ നോക്കാം. അമ്മ വാ, നമുക്ക് നോക്കാം. അച്ഛാ പോയി നോക്കാം. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. നിങ്ങൾ ഇവിടെ ഞാൻ പോയി നോക്കാം. എന്നാ പോയി നോക്ക്. അല്ലേ നീ പോയി നോക്ക്. ഭഗവാനെ, അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇറങ്ങി വേടാ, ഇറങ്ങി വേടാ. എല്ലാത്തിനെയും ഇൻഷൂർ ചെയ്തിട്ടുണ്ടാ. അടി ചേട്ടാ അടി, ഇടല്ലേ, തലമണ്ട നോക്കി കൊടുക്ക. എന്റെ ഈശ്വര, നിങ്ങൾ എന്തിനാ ഇതിനകത്ത് കയറിയത്? ഒരു കള്ളന് ഇതിലെ പോണ കണ്ടപ്പോ അവനെ പിടിക്കാൻ വേണ്ടി തോളിച്ചിരുന്നതാ. മർമ്മത്തെങ്ങാനും അടി കൊണ്ടോളിയാ? മർമ്മത്തൊന്നും കൊണ്ടില്ല. ചേട്ടത്തി വിധയായ എന്നെ പിടിച്ചോ. ദേവകി എവിടെ? ദേവകി മക്കളോ? ഗോവിന്ദ മേനോൻ, ചന്ദ്രോത്ത് ഹൗസ്, വാണിയങ്കര, വടക്കാഞ്ചേരി. ഇനി അഡ്രസ് തെറ്റി അജ്ഞാത ശവ ആവണ്ട, കുടുംബക്കാർക്ക് തന്നെ കിട്ടൂല്ലോ. എങ്ങോട്ടാ യാത്ര? ഒരാളെ കാണാനുണ്ട്. അളിയനെങ്ങോട്ടാ? ഒരിടം വരെ പോവാ. ഞങ്ങളും പോവാ. അളിയനിവിടെ വേണം. എന്നെ കൊണ്ടുവന്നിട്ട് പോയാ മതി. കൊണ്ടുവന്നിട്ടോ? അല്ല, ഞാൻ വന്നിട്ട് പോയാ മതി എന്ന് പറയാം. അധികം വൈകരുത്, വീട്ടിൽ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഇനി വസുമതി പാട്ടും കൂത്തൊക്കെ നിർത്തിയിട്ട് വാ. ഒരു കവളല്ലേ കുടിച്ചുള്ളൂ, ബാക്കി നീ കുടിച്ചോ. ഞാൻ പോട്ടെ. പിന്നെ എന്തെങ്കിലും മറന്നോ? ഇല്ല. ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടുതലാ. ദേ ഇതെന്താന്ന് നോക്കിയേ, മാലയും മോതിരവും. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പിന്നീന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഒരു ക്ലാബ് വട്ടഞ്ഞാടി പൊട്ടിക്കണവന്. അപസ്മാരാണെന്നാ തോന്നണേ. അതെ, റോഡിന്റെ ഓരത്തേക്ക് എടുത്ത് കിടത്താം. ആ സ്ഥലം വിടാം. ഇല്ലെങ്കിൽ പുലിവാലാവും. വേഗം വണ്ടി വേഗം എടുക്ക്. അപസ്മാരം കളിച്ചോണ്ട് ഡ്രൈവർമാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. പ്രൈവറ്റ് ബസ്സുകാരെ തൊഴണം.
അവന്മാരായിരുന്നെങ്കിൽ കണ്ണും മൂക്കും നോക്കാതെ തട്ടിയിട്ട് പോയേനെ. ഈശ്വര, എന്താ ഈ കാണണേ? ഭഗവാനെ, ചത്തില്ലേ? നീ എന്നെ കളിപ്പിക്കുക? എന്ത് അപകടം നിങ്ങൾ ഈ കാണിച്ചത്? വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ചത്തുപോയില്ലായിരുന്നോ? ചാകാൻ വേണ്ടി തന്നെയാണോ ഇതിനകത്ത് ചാടിയത്? അപ്പൊ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നോ? ആണെങ്കിൽ എന്താ, തനിക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് നഷ്ടമൊന്നുമില്ല. വേനൽക്കാലത്ത് ഇങ്ങനെ എടുത്ത് ചാടി നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ദേ, മഴ സീസണല്ലേ വരുന്നത്, അപ്പൊ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ ചാടി ചത്താ പോരെ. സീസൺ നോക്കിയിട്ടാണല്ലോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, തന്റെ പേരെന്താ? സൂര്യൻ. സൂര്യൻ എന്തിനാ ഈ നട്ടുച്ചയ്ക്ക് അസ്തമിക്കാൻ പോണേ? അതൊക്കെ തന്നോട് പറയണോ? വേണ്ട, ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്റെ ഇടത്തോട് നേരിടണം. തനി നാട്ടുകാരനെ? ഇവിടുന്ന് 10-20 കിലോമീറ്റർ അകലെയാ വാണിയങ്കരാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. എവിടെ വീട്? 10-20 കിലോമീറ്റർ ദൂരം പോണം. വലിയ ശല്യമായല്ലോ ഇത്. ഞാൻ ആകെ തീ പിടിച്ച് നിൽക്കേട്ടോ. ഞാനും തീ പിടിച്ചിട്ട് തന്നെയാ വന്നത്. സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ. മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച തീ അണയില്ലേ? ഇല്ല, ആരോട് സംസാരിച്ചാലും എന്റെ നെഞ്ചിൽ തീ അണയില്ല. അപ്പൊ താൻ ആത്മഹത്യ ചെയ്ത് അടങ്ങുന്നാണോ? അതെ, നാളത്തെ സൂര്യോദയം കാണാൻ ഈ സൂര്യൻ ഉണ്ടാവില്ല, ഉണ്ടാവരുത്. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ആത്മഹത്യ ചെയ്ത ആത്മാവിന് ഇത്തിരി പുണ്യം കിട്ടണോണ്ട് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? പുണ്യോ? വാ പറയാം. മരണം തീർച്ചയായ ചിലര് കണ്ണ് ദാനം കൊടുക്കാറില്ലേ, ചിലര് കിഡ്നി. ഓഹോ, അപ്പൊ തനിക്ക് എന്നെ കണ്ണും കിഡ്നിയും വേണം അല്ലേ? അയ്യോ, അതല്ല. പിന്നെ സൂര്യൻ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണം. ഇല്ല, അത് മാത്രം എന്നോട് പറയരുത്. അങ്ങനെ പറയരുത്. കുറച്ചു നാളത്തേക്ക് മതി. അത് കഴിഞ്ഞ ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്തോ. തനിക്ക് എന്താ വട്ടുണ്ടോ? ഞാൻ കുറച്ചു നാളോട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തനിക്ക് എന്താ ഗുണം? ഗുണുണ്ട്. LIC കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ പോളിസി എടുത്തിട്ടുണ്ടോ? എന്താ തന്റെ പേര്? ചന്ദ്രോത്ത് ഗോവിന്ദമേനോൻ. ചന്ദ്രോത്ത് ഗോവിന്ദമേനോൻ തൽക്കാലം പോ. ഞാൻ LICയിൽ പോളിസി എടുത്തിട്ടില്ല, എടുക്കാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഈശ്വരനെ ഓർത്ത് ഞാൻ പറയണ ഒന്ന് കേക്ക്. സൂര്യൻ വിചാരിച്ചാൽ എന്റെ മാനവും അഭിമാനവും കുടുംബവും രക്ഷപ്പെടും. ദേ, ഈ കൈ കാലാണെന്ന് കരുതി ഞാൻ പിടിക്കുക. ഒരച്ഛന്റെ അപേക്ഷയാണെന്ന് കൂട്ടിയാൽ മതി. അധികം കാലം ഞാൻ സൂര്യനെ ബുദ്ധിമുട്ടിക്കില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇതിനേക്കാളും വെള്ളവും പുഴയും പാറക്കെട്ടും മലഞ്ചെരിയും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് എന്റേത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം.